ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈസി മട്ടൻ കറി. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, സ്റ്റാർ സീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ 10-20 ചെറിയുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു 4 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല, നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്ത മട്ടനാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് കാഷ്നട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നന്നായിട്ട് അരച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് കിട്ടും. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈസി മട്ടൻ കറി റെഡി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ക്രിസ്മസിന് മട്ടൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്